11,077 ഭൂരിപക്ഷം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്ക്. ഈ കണക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ വരുന്ന കണക്ക് പ്രകാരം ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 6 പഞ്ചായത്തുകളിൽ UDF വിജയം, കരുളായി പഞ്ചായത്തിൽ മാത്രം LDF, നഗരസഭയിലും UDF എന്നുള്ളതാണ്. വലിയ തിരിച്ചടിയാണ് LDF സംബന്ധിച്ച് അവർക്ക് നേരിട്ടിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഒരു മത്സരം, അവിടെ അടിപതറി സ്വരാജിനും LDF CPIM എന്നുള്ളതാണ്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. UDF നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ എടുത്തുയർത്തിക്കൊണ്ടൊക്കെയുള്ള ആഘോഷ പരിപാടികൾ രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. UDF പ്രവർത്തകരുടെ ആഘോഷം അത് പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപ് പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലേറെ സീറ്റ് നേടി UDF അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ജനങ്ങളുടെ വെറുപ്പ് അതിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ UDF കൂടിയാലോചിച്ചൊരു തീരുമാനം കൈക്കൊള്ളും. താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നില്ല അദ്ദേഹത്തെ മുന്നണിയിലേക്ക് കൂട്ടേണ്ട എന്നുള്ളത്. ഇനിയും അതിൽ തീരുമാനം കൈക്കൊള്ളാനുള്ള സമയമുണ്ട് എന്ന സൂചന അദ്ദേഹം നൽകുകയാണ്. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. ടീം UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. UDF ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇത് എന്നുകൂടി പറയുകയായിരുന്നു VD സതീശൻ. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ UDF നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ എടുത്തുയർത്തിക്കൊണ്ടൊക്കെയുള്ള ആഘോഷ പരിപാടികൾ അത് പുരോഗമിക്കുകയാണ്. പ്രവർത്തകരുടെ ആവേശത്തിരയിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തുള്ളത്. വലിയ വിജയമുണ്ടായിരിക്കുന്നു എന്ന് UDF പ്രതികരിച്ചു. UDF ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പം മുൻപ് പറഞ്ഞത്. UDFിലേക്ക് PV അൻവറിനെ സ്വീകരിക്കുമോ എന്ന കാര്യം എല്ലാം കൂട്ടായ ആലോചനകളിലൂടെ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നും VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നു.